ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവ സ്വര സന്ദേശമാണ് തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പലപ്പോഴും പല ധ്യാനങ്ങൾക്കും കൺവെൻഷനുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പല വ്യക്തികൾ കൗൺസിലിംഗ് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോഴും കർത്താവ് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദേശമാണിത്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞ സന്ദേശം ഇതുതന്നെയാണ്. തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്ദേശമാണ്. ഈ തിരുരക്തത്താൽ എന്നെ കഴുകണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് ഈ കഴിഞ്ഞ നാളുകളിലത്തെ ശുശ്രൂഷയിൽ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ വിടുതലും സൗഖ്യവും ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും വലിയ പൈശാചിക ബന്ധങ്ങളിൽ നിന്നുള്ള വിടുതലും സംരക്ഷണവും ഒക്കെ ഈ തിരുരക്ത പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആന്തരിക സൗഖ്യ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ അന്ധകരണത്തെയൊക്കെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തിരുരക്തത്താൽ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, ജെറുസലേമേ നീ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. എത്ര കാലമാണ് ഈ ദുഷ്ടതയും പേറി നീ നടക്കുക? അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ നല്ല സോപ്പിട്ട് കുളിച്ചുകൊണ്ടൊന്നും ഹൃദയം വിശുദ്ധീകരിക്കപ്പെടില്ല, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുകയില്ല. അതെല്ലാം യേശുവിൻ്റെ തിരുരക്തത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു വീട് വെഞ്ചരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ആ വീട്ടുകാർ പ്രത്യേകമായി പറഞ്ഞതിൻ്റെ പേരിലാണ് പോവുക. അവിടെ ചെന്നപ്പോൾ ആ വീട് ചെറിയൊരു വീട്, ഓടിട്ട വീട്, ഭാര്യ ഭർത്താവ്, വയസ്സായ ഒരു അമ്മയുണ്ട്, പിന്നെ 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വീട് വെഞ്ചരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ മകള്, അവളിപ്പോൾ +2-ലാണ്, അന്ന് 10ാം ക്ലാസ്സിൽ, അവളൊരു തെറ്റായ പ്രേമബന്ധത്തിൽ പെടുകയാണ് ഒരു അക്രൈസ്തവനായിട്ട്. അങ്ങനെ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ ആ മകൾ കൂട്ടാക്കുന്നില്ല. ഈ 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ശക്തമായ പ്രേമത്തിൽ പെടുകയാണ്.
അങ്ങനെ ഞങ്ങളൊരു പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സിസ്റ്റർ ആ മകളായിട്ട് സംസാരിച്ചു. ആ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സർപ്പക്കാവ് ഉണ്ടല്ലോ, ആ സർപ്പക്കാവിൽ നിന്ന് ശക്തമായ നെഗറ്റീവ് എനർജി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മകൾ ഇങ്ങനൊരു തെറ്റിലേക്ക് പോയതെന്ന് വെളിപ്പെടുത്തുകയാണ്. ആ സിസ്റ്റർ പറഞ്ഞത് ശരിയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ 15 സെൻറ്റ് സ്ഥലം അതിൻ്റെ അതിർത്തിയോട് ചേർന്ന ഒരു സർപ്പക്കാവുണ്ട്. ആ സിസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഈ മകളെയും കൂട്ടിക്കൊണ്ട് കടലുണ്ടിയിൽ പോയി ധ്യാനം കൂടി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഒപ്പം തന്നെ അച്ഛനെ കൊണ്ടുവന്ന് അങ്ങനെ വീടൊന്ന് ബ്ലെസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 2 വർഷം മുമ്പ് കടലുണ്ടി വന്നൊരു ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ മകൾ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് പ്രത്യേകമായിട്ട് അവിടെ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ വീടൊന്ന് ബ്ലെസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ വരണമെന്ന്. 2 വർഷത്തിന് ശേഷമാണ് പ്രിയ സഹോദരങ്ങളെ ആ വീട് വെഞ്ചരിക്കാൻ വേണ്ടി ഞാൻ പോവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പാമ്പ് ശല്യമോ അല്ലെങ്കിൽ അടിക്കടി രോഗപീഠകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് അവർ പറയുകയാണ്. അങ്ങനെ തുടർന്ന് ആ വീട് ഒന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായൊരു തോന്നിപ്പ് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ വീട്ടിൽ ആരോ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ശക്തമായ പ്രാർത്ഥന മൂലമാണ് വേറെ തിന്മകളൊന്നും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാത്തത്. മുമ്പുണ്ടായിരുന്ന തിന്മ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിന് കാരണം ഈ വീട്ടിൽ ആരോ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിനെ പിടിച്ചടക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കൈ കഴുകാനായിട്ട് പോയപ്പോൾ ആ വീട്ടിലെ അമ്മൂമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആ സഹോദരി ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛാ, ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നും എന്ന പോലെ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ പാമ്പ് ശല്യമായിരുന്നു. എന്നും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വീട്ടിൽ പല തർക്കങ്ങളും കലഹങ്ങളും രോഗങ്ങളും അങ്ങനെ അടിക്കടി പരാജയങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഒരു കുറച്ച് നാൾ മുമ്പ് മുതൽ ഞാൻ ശക്തമായി ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ തിരുരക്തത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അലക്കുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് അറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലും. ബന്ധന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. ഈ ചെറിയ വീടിന് ചുറ്റും ഞാൻ നടന്ന് ഒരു എണ്ണൊക്കെ പറഞ്ഞു, എത്രയോ 11 പ്രാവശ്യമോ 15 പ്രാവശ്യമോ മറ്റോ ഈ അമ്മൂമ്മ ഈ വീടിന് ചുറ്റും നടന്ന് ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലി വീടിന് സംരക്ഷണം ചോദിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുമത്രേ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രശ്നങ്ങളൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് മാറി പോവുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചു, ചേച്ചി ഏത് പ്രാർത്ഥനയാണ് സ്ഥിരം ചെല്ലാറ്, ആവർത്തിച്ച് ചെല്ലാറ്? അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഈ സമയം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന വളരെ വിശേഷപ്പെട്ടൊരു പ്രാർത്ഥനയാണ്, നമുക്കെല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ നിന്റെ മരണക്കട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ ചുറ്റിലും നാട്ടി നിന്റെ മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് മാലാഖമാരെ കാവൽ നിർത്തി എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടില്ലേ, തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് മാലാഖമാരെ കാവൽ നിർത്തി. ആ വാക്ക് ശ്രദ്ധിക്കുക. തിരുരക്തം, യേശുവിൻ്റെ തിരുരക്തത്തിന് വലിയ ശക്തിയുണ്ട്. അത് വലിയ വിടുതൽ നമുക്ക് തരും, വലിയ വിശുദ്ധീകരണം നമുക്ക് തരും. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈശോയുടെ തിരുരക്തം വഴിയാണ്. നമുക്ക് സമാധാനം നൽകപ്പെട്ടത് ഈശോയുടെ തിരുരക്തം വഴിയാണ്. പിശാചിനെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുന്നത് ഈശോയുടെ തിരുരക്തം വഴിയാണ്. അങ്ങനെ നമ്മൾ ദൈവമായിട്ട് രമ്യതപ്പെടുന്നത് യേശുവിൻ്റെ തിരുരക്തം വഴിയാണ്. ഒരുപാട് വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഏതാനും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില വചനഭാഗങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് സ്തുതിക്കാനായിട്ട് പോവുകയാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് ഏറ്റുപറയുന്നു 1 യോഹന്നാൻ 1:7 വചനം. എല്ലാവരും ഏറ്റുപറഞ്ഞേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 പത്രോസ് 1:18 ഏറ്റുപറയാം. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ
വീണ്ടെടുക്കപ്പെട്ടത് വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ. അറിയുന്നുവല്ലോ. കറയോ കറയോ കളങ്കമോ ഇല്ലാത്ത കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതു പോലുള്ള കുഞ്ഞാടിന്റേതു പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അമൂല്യ രക്തം കൊണ്ടത്രേ. വീണ്ടും ഹെബ്രായ 13:12 വചനമേറ്റ് വന്ന് പ്രാർത്ഥിക്കാം. സ്വന്തം രക്തത്തിലൂടെ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. വീണ്ടും ഹെബ്രായ 9:12 വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തെളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. എഫെസസ് 1:7 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാ, ശക്തമായി സ്തുതിച്ച് ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്തത്താ കഴുകണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ബോധമനസ്സ് അബോധ മനസ്സ് ഉപബോധ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശരീരം മനസ്സ് ആത്മാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താ ഓരോ നിമിഷവും എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. ഞാൻ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. ഞാൻ കേട്ട വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. സകല തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാ നെഗറ്റീവ് എനർജിയും എന്നിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും, സ്ഥലത്തു നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോട്ടെ. തിരുരക്തത്താ കഴുകണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാവരും ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് തിരുരക്തത്തോട് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക. തിരുരക്തത്തിന്റെ സംരക്ഷണവും സാന്നിധ്യവും നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയെ, എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ ശക്തി എന്നിൽ നിറയ്ക്കണമേ. ഈശോയെ, എന്നെ കഴുകണമേ, ഈശോയെ, എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ ശക്തി എന്നിൽ നിറയ്ക്കണമേ. ഈശോയെ, എന്നെ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറണേ. അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറണേ. അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാവരും കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷയും ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്ന അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ സത്യപ്രദനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുത്തി തിരുരക്തത്താൽ കഴിയണമേ. സകല ക്ഷുദ്ര മന്ത്രവാദ ആഭിചാര ഗുണോത്ര ദുഷ്ടദോഷം
പൈശാചി ആക്കം പീഡന ബാധല കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് പരിശുദ്ധ കന്യാമണി സത്യയുടെ മധ്യസ്ഥാനം നിഗാർ അപ്പ ഗബ്രിയ മലമട സത്തമായ സാന്താ സംരക്ഷത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തില് വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്തുവിലോ ഭക്ഷണങ്ങളോ വന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:2 മർക്കോസ് 16:5 ഉദ്യോന 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ മന്ത്രി വചന സത്യ സകലവിധ പ്രകൃതിഷം ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ദ്വേഷം വാശി വരാ തർക്കം കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയം പോക്കം സൗർക്കബോധം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധ അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠനാടസ്സം കോടതിയിൽ സാമ്പത്തികം കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികത്തിന് ബാഹ്യത്തിന് ചെറുതോൽ രോഗപ്പെടൽ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കാൻ ജവമാചരണ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ തടസ്സങ്ങൾ വന്യജീവികൾ ക്ഷുദ്രജീവികൾ ആത്മകൾ അതിന് പിന്നിപ്പത്തിയ പൈശാചികി അന്താശക്തി സാത്താശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തെ ബന്ധിക്കുന്നു. യേശു നാമത്തെ ബഹിഷ്കരിക്കുന്നു. സ്വരകുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ പുറച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. കാരണങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിച്ച് ഹാലൂലി ആലൂലി 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 ഹാലൂലി ആലൂലി 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 കരങ്ങളടിച്ച് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് യേശുവിനോട് പറഞ്ഞ യേശു അങ്ങ് തിരത്തത്താനെ കഴിയണമേ. അബോധ മനസ്സിനെ കഴുകണമേ, ഉപബോധ മനസ്സിനെ കഴുകണമേ, ബോധ മനസ്സിനെ കഴുകണമേ. ഈശോയെ എന്നെ കഴുകണമേ. അബോധ മനസ്സിനെ കഴുകണമേ, ഉപബോധ മനസ്സിനെ കഴുകണമേ, ബോധ മനസ്സിനെ കഴുകണമേ. ഈശോയെ എന്നെ കരങ്ങളുയർത്തിയടിച്ച് തിരുരക്തത്താൽ കഴുകണമേ. തിരുഹിതമെന്നിൽ നിറവേറണേ. അശുദ്ധിയെല്ലാം നീക്കണമേ. അഭിഷേകം ചെയ്യണമേ. എല്ലാവരും പാടി. തിരുരക്തത്താൽ കഴുകണമേ. തിരുഹിതമെന്നിൽ നിറവേറണേ. അശുദ്ധിയെല്ലാം നീക്കണമേ. അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹാലൂലി ആലൂലി 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 ആലൂലിയ തിരുരക്തത്താ കഴുകണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. അശുദ്ധിയെല്ലാം മാറ്റണമേ. വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളായിരിക്കും താമസിക്കുന്ന സ്ഥലങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്ഥാപനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. മണ്ണിനെ വിശുദ്ധീകരിക്കണമേ. ആലൂലി 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 ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താ കഴുകി വിശുദ്ധീകരിക്കണമേ. ആലൂലി 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 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ വിലാപ്പുറത്ത് ഒരുവൻ കുന്തം കൊണ്ട് കുത്തിയാന്ന് രക്തം വെള്ളം ഒഴുകി അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടും. അദ്ദേഹത്തിന്റെ സാക്ഷ്യം സത്യമാണ്. ഹാലൂലി ആലൂലി 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 എല്ലാവരും സ്തുതിച്ച് ഹാലൂലി ആലൂലി ആലൂലി ആലൂലിയ രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. പൈശാചിക പിഴ വിട്ടുപോകാൻ വേണ്ടി സ്തുതിക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടി സ്തുതിക്കുന്നു. പോരല്ലോ പോരല്ലോ. ആലുലി 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 ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. സ്വരമയോത്ത് സ്തുതിക്കുന്നു. സ്വരമയോത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹാലുലി ആലുലി അവനെ സ്തുതിച്ചേ. നിങ്ങളുടെ വീട് മുഴുവനും നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മുഴുവനും കേൾക്കുന്ന രീതിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആലുലി 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 ആലുലിയ ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുക. യേശുവിന്റെ തിരത്തത്തെ കഴുകണേന്ന് ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. തൊണ്ടയിൽ ഇൻഫെക്ഷൻ ബാധിച്ചവരൊക്കെ പ്രാർത്ഥിച്ചോ. തൊണ്ടയിൽ ഇൻഫെക്ഷൻ അതിഭയങ്കരമായ ഇൻഫെക്ഷനാണ്. തൊണ്ട സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. തൊണ്ടയിൽ അതിഭയങ്കരമായ ഇൻഫെക്ഷൻ ബാധിച്ച വ്യക്തിക്ക് പരിപൂർണ്ണ സൗഖ്യ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക. പ്രിയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്.
കാൽമുട്ട് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അതിശക്തമായ പല്ലുവേദന, എപ്പോഴും പല്ലുവേദനയും പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സൗഖ്യം തന്ന് അനുഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് തിരുരക്തത്താ കഴുകി വിശുദ്ധീകരിക്കുന്നുണ്ട്. കൊതുക് ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കൊതുക് ശല്യം, എട്ടുകാലി ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പീരീഡ്സിന്റെ സമയത്ത് അതികഠിനമായ വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ അഭിഷേകം തന്ന് കർത്താവ് ചിലർ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വക്കീൽ, ഒരു അഡ്വക്കേറ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആമാശയ സംബന്ധമായ രോഗങ്ങളോട് പ്രാർത്ഥിക്കുക. ഉദര സംബന്ധമായ രോഗങ്ങൾ, ആമാശയ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പലർക്കും സൗഖ്യം തിരിച്ചറിഞ്ഞ് സാക്ഷ്യം പറയാൻ ഒരുങ്ങുക. വീടിൻ്റെ ഉള്ളിൽ എത്ര പല്ലിക്കാഷ്ടാണ്. ആരും ഇങ്ങനെ പറയാ, വീടിൻ്റെ ഉള്ളിൽ എത്ര പല്ലിക്കാഷ്ടം, പല്ലിശല്യം, അതിഭയങ്കരമായ പല്ലിശല്യം കർത്താവ് വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പടിഞ്ഞാറേ ചാലക്കുടി ഈ സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. സന്ധിവാദം കർത്താവ് ജോയിന്റ് പെയിൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യൂറിക് ആസിഡ് ചിലർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തൊരു പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈ വചനം കർത്താവ് തരികയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശോ പറയുകയാണ്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ മാത്രമേ ദൈവാനുഗ്രഹം സ്വന്തമാക്കാനും സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശോ പറയുകയാണ്. പൈൽസ് രോഗം, മൂലക്കുരു സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തലച്ചോറിൽ അണുബാധയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആൻമരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്ഥിരമായി ഇൻഹേലർ ഉപയോഗിക്കുന്ന ശ്വാസമുട്ടുള്ള ഒരു മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശക്തമായ സന്ദേശം തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുർബാന ചൊല്ലിച്ചും കുർബാനയിൽ സമർപ്പിച്ചും പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ തടസ്സങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകുമെന്ന് സന്ദേശം തരികയാണ്. ജുവലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മച്ചാട് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. കിരൺ എന്ന മകന്റെ വിദേശയാത്ര തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ത്വക്ക് രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പൊള്ളലേറ്റൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലിയോ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആമവാദമുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഓവർ ടെൻഷനുള്ള ഒരു വ്യക്തിക്ക് ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മുടികൊഴിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൂക്കിൽ നിന്ന് രക്തം വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പാനിക് അറ്റാക്ക് വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ലോണുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. തൂക്കക്കുറവുള്ള മാസം തികയാതെ ജനിച്ചൊരു പെൺകുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാവ്യ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ കൈവിരലിലെ കരപ്പൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന റിനി എന്ന മകളോട് സെക്കൻഡ് സ്റ്റഡ് ഊരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒരു പറമ്പിൽ നിന്നും അട്ടയുടെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു കണ്ണിന് പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ജോലിയിൽ നിന്നും വിരമിച്ച ഒരു വക്കീലിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കാലിൽ കെട്ടിയിരിക്കുന്ന ചരടുകൾ പൊട്ടിച്ചു കളയാൻ കർത്താവ് ചില മക്കൾക്ക് സന്ദേശം തരികയാണ്. അധ്യാപകരായ ഒരു ദമ്പതികളെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അരുൺ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സൈനസൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു അധ്യാപികയുടെ വേരിക്കോസ് വെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സാന്ദ്രയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആൻസനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. മിനി എന്ന മകളുടെ അലർജി രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 1.5 ഏക്കർ സ്ഥലത്തിന്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബിന്ദു എന്ന സഹോദരിയുടെ മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. തൈറോയിഡിന് ഓപ്പറേഷൻ കഴിഞ്ഞ മുറിവ് ഉണങ്ങാത്ത ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുടി കൊഴിച്ചിലുള്ള ഒരു മകൾക്ക് ഈശോ സൗഖ്യം തരുന്നുണ്ട്. ഷീബ എന്നൊരു പേരും കർത്താവ് തരുന്നു. ബിനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു മെനഞ്ചൈറ്റിസ് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മാംസാഹാരം കഴിക്കുമ്പോൾ അലർജിയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഗ്യാസ് ട്രബിൾ 6 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അലർജി രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സോപ്പിന്റെ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ലോറി ഡ്രൈവറിനെ കാണിക്കുന്നു. ആ ഡ്രൈവറോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി എല്ലാവരും ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ശിരിരി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് മോളി മൂലേച്ചാൽ. ഞാൻ കബനിഗിരി, വയനാട് കബനിഗിരിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ വന്നപ്പോൾ രാത്രിയിൽ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു 3.25 ഇഞ്ച് നീളം കുറവുള്ള കാല് നീളുന്നു എന്ന്. ഞാൻ അന്നേരം ഒന്നും ഇങ്ങനെ വെറുതെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, എനിക്ക് കുറവുണ്ടല്ലോ. അന്ന് പിറ്റേ ദിവസം ഞാനത് മറന്നുപോയി. ചൊവ്വാഴ്ച വീണ്ടും അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, നീളം കുറവുള്ള കാല് യേശു എല്ലാം നീട്ടുന്നു എന്ന്. അത് ഞാനായിരുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തുതി.
സ്നേഹമുള്ളവരെ, ഞായറാഴ്ച നമ്മൾ കേട്ടതാണ്. ഞായറാഴ്ച ഇവിടെ വന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചവരൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടുന്ന് ബ്രദർ വിളിച്ച് പറഞ്ഞത് ഒരാളുടെ 3/4 ഇഞ്ചോ എത്രയോ അതിൻ്റെ നീട്ടമൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്രദർ. ആ നീട്ടക്കുറവുള്ള കാലിനെ കർത്താവ് വലിച്ചു നീട്ടി മറ്റേ കാല് പോലെ ഒപ്പത്തിനൊപ്പം ആക്കുന്നെന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞ് നമ്മൾ എല്ലാവരും കേട്ടതാണ്. അത് ഈ സഹോദരി അപ്പോൾ ചിന്തിച്ചു, അത് എൻ്റെ കാലാണല്ലോ, ഞാനാണല്ലോ നീട്ടം കുറവുള്ളതെന്ന് ഇങ്ങനെ ചിന്തിച്ചു എന്ന്. പക്ഷേ അത് ഈ ആരാധന കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി നോക്കാൻ മറന്നുപോയി. പിന്നെ തിങ്കളാഴ്ച ക്ലാസ്സിൻ്റെ സമയത്ത് അച്ഛൻ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ജീന എന്ന മകളുടെ കാലിൻ്റെ നീട്ടം കൂടിയത് വിശേഷം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ സഹോദരി ഓർത്ത്, അയ്യോ എൻ്റെ കാലിങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ നോക്കി, അതെ അപ്പോഴാണ് ഇത് അറിയണേ, ശരിയാണ് എൻ്റെ ആ കാലിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ ചേച്ചി ഒന്ന് പറഞ്ഞോ. പോളിയോ ബാധിച്ച് എന്തുണ്ടായിരുന്നത്? 2.5 വയസ്സായപ്പം പോളിയോ ബാധിച്ചതാണ്. എനിക്കിപ്പോൾ 59-60 വയസ്സായി. ഞാൻ ടീച്ചറായിരുന്നു, റിട്ടയറും ചെയ്തു. ഇപ്പം ഈ കാല് വെക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാലൊരു കാല് നിലത്ത് മുട്ടില്ലാന്ന്, ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു കാലിങ്ങനെ നിലത്ത് മുട്ടും, ഒരു കാല് ഇച്ചിരി പൊങ്ങി നിൽക്കും, അങ്ങനെയായിരുന്നു നിൽക്കുന്നത്. നമ്മളിങ്ങനെ കാല് വെച്ച് നോക്കിയാലും തള്ളവിരലിൻ്റെ അവിടെ ഒരു ഇത്ര നീളം കുറവ് വരുമായിരുന്നു നടക്കുമ്പോഴും. എന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കി, ഒപ്പം വെച്ച് നോക്കി. എന്നിട്ട് അടുത്തിരുന്ന ചേച്ചി ഇത് നോക്കിക്കേ, എൻ്റെ കാലം നീളം ഒപ്പമല്ലേ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു ഒപ്പം ഒരു കുഴപ്പമില്ല. അന്നേരം ഞാൻ എന്നിട്ട് ഇവിടെ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു, ദൈവത്തിന് നല്ലൊരു കൈയടി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ രണ്ടാമത്തെ അത്ഭുതമാണ്, കാലിന് നീട്ടം കൂട്ടി കൊടുക്കുന്ന ഒരു അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് മുട്ടുകൾ കുത്താം. കർത്താവ് എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. യേശുവേ, അത് അമൂല്യമായ തിരത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് എന്നെ ഒരു യേശുവിൻ്റെ പ്രേക്ഷിതനും ശുശ്രൂഷകനാക്കി മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായി